തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും വീണ്ടും ഹനുമാൻ കുരങ്ങുകൾ ചാടിപ്പോയി. 3 പെൺ ഹനുമാൻ കുരങ്ങുകളാണ് ചാടിപ്പോയത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ മൃഗശാല അധികൃതരെ നട്ടം തിരിച്ച ഒരു ഹനുമാൻ കുരങ്ങുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ആ കുരങ്ങ് ഉൾപ്പെടെ 3 കുരങ്ങുകൾ തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് രാവിലെ ചാടി എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ തിരുവനന്തപുരം നഗരഹൃദയത്തിലാണ് ഈ മൃഗശാല സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന 3 ഹനുമാൻ കുരങ്ങുകളിൽ 3 എണ്ണവും ഇപ്പോൾ അവരുടെ കൂട്ടിൽ നിന്ന് ചാടി. അതൊരു ഓപ്പൺ സ്പേസ് ആണ്, അവിടെ നിന്ന് ചാടി പോയി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, ഇവരെ കണ്ടെത്താനായിട്ടുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. 3 പെൺ ഹനുമാൻ കുരങ്ങുകൾ ചാടി എന്നുള്ളതാണ് ഇപ്പോൾ മൃഗശാല അധികൃതർ വ്യക്തമാക്കുന്ന കാര്യം. ഈ കുരങ്ങുകൾ മൃഗശാല പരിസരത്ത് തന്നെ ഉണ്ട് എന്നുള്ള കാര്യം അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഇവരെ തിരികെ കൂട്ടിലേക്ക് എത്തിക്കാൻ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ മൃഗശാലയിൽ നിന്നും ചാടിയ ഹനുമാൻ കുരങ്ങ് അത് നഗരപരിസരത്തേക്കടക്കം വരികയും 2 ദിവസം നീണ്ടു നിന്നു അതിനു വേണ്ടിയിട്ടുള്ള തിരച്ചിൽ. ഇപ്പോൾ വീണ്ടും 3 ഹനുമാൻ കുരങ്ങുകൾ അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക സ്ഥലത്ത് നിന്ന് പുറത്ത് ചാടി എന്നുള്ളതാണ്. നീളൻ മരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മൃഗശാല പരിസരത്തുണ്ട്. ഇവിടെ നിന്ന് അതിന് പുറത്തേക്ക് ചാടാൻ എളുപ്പമാണ്, അതല്ലെങ്കിൽ ചാടാൻ കഴിയുമെന്നുള്ള കാര്യം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ അതിനെ തിരികെ എത്തിക്കാൻ, അങ്ങനെ ആ കാര്യങ്ങൾ ആ രീതിയിൽ വഷളാകാതെ തിരികെ എത്തിക്കാനുള്ള നീക്കം ഇതിനോടകം തന്നെ മൃഗശാല അധികൃതർ നടത്തുന്നു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും തിരക്കിട്ട നീക്കങ്ങൾ മൃഗശാലയിൽ നടക്കുന്നുണ്ട്. ഈ അക്രമകാരികളാണോ ഹനുമാൻ കുരങ്ങുകൾ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെയാണ്. പക്ഷേ കഴിഞ്ഞ തവണ അത്തരത്തിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹനുമാൻ കുരങ്ങ് ചാടുന്ന സമയത്ത് ആ രീതിയിൽ ആക്രമണ സ്വഭാവം നടത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ 3 ഹനുമാൻ കുരങ്ങുകൾ ചാടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.